അപ്പോൾ ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് എന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ സ്കൂൾ റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ എന്നെ എണീപ്പിച്ചിട്ട് പോയതാട്ടോ. എനിക്ക് രാവിലെ എണീച്ച് തന്നെ അവിടെ ഇരുന്നൊന്ന് ഉറക്കെ സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഉറക്കെ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സാറ്റർഡേ ആണ്. ഇന്ന് ഓറൽ ടെസ്റ്റാണ് എനിക്ക്. അപ്പോൾ ഞാനവിടെ വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് പിന്നെ അവിടെ പറയുന്ന നല്ല ഉറക്കത്തിൽ പറയുന്ന ആ റെക്കോർഡും ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ ഉറക്കത്തിലാണുള്ളത്. എനിക്കിപ്പോൾ ഞാനൊരു 6:45 ആകുമ്പോഴാണ് എണീച്ചത്. എനിക്ക് 7:45 ബസ് വരും. അപ്പോൾ ഇനി എനിക്ക് പല്ല് തേച്ച് കുളിച്ച് യൂണിഫോം ഇടണം. ഇതാണ് എൻ്റെ സാറ്റർഡേയിലത്തെ യൂണിഫോം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കുളിച്ച് യൂണിഫോമൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മോർണിംഗ് സ്കിൻ റൂട്ടീനാണിത്. അപ്പോൾ ഗൈസ് ഞാനിവിടെ മിനോയിലിൻ്റെ കൊക്കോ ക്രീം എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന ഈ ഒരു ക്രീമാണ്. അപ്പോൾ ഈ ക്രീം ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ സ്കിൻ റൂട്ടീനിൽ 3 പ്രൊഡക്ട്സ് ആണുള്ളത്. അത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ ആൻഡ് ലിപ് ബാം. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ കൂടുതലും ഇടാറുള്ളത്. രാവിലത്തെ ഇതാണ്. പിന്നെ രാത്രി പ്രത്യേകിച്ചൊന്നുമില്ല. കുളിച്ച് കഴിഞ്ഞ് മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും ഇടും. അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ സൺസ്ക്രീം ഇടാൻ പോവാണ്. ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സൺസ്ക്രീം എന്ന് പറയാം. കാരണം ആ സൺസ്ക്രീം കുറച്ച് വൈറ്റ് കാസ്റ്റിംഗ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് എ മാജിക് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ആ സൺസ്ക്രീം ഇട്ടതിനുണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല കൊറിയൻ ഗ്ലാസ് സ്കിന്ന് പോലെയാവും. കുറച്ച് വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ട്. ഒരു 5 to 10 minutes ആ വൈറ്റ് കാസ്റ്റിംഗ് നിൽക്കും. പക്ഷേ ആ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ സ്കിൻ അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. മൈ മദർ ഡസൻ ലൈക്ക് ദിസ് സൺസ്ക്രീം. അമ്മയ്ക്ക് ഈ സൺസ്ക്രീം ഇഷ്ടമല്ല. അപ്പോൾ അമ്മ ഈ സൺസ്ക്രീം അധികം ഉപയോഗിക്കാറില്ല. കാരണം അമ്മേൻ്റെ ഫേസ് തന്നാൽ നല്ല വൈറ്റ് കാസ്റ്റിംഗ് നല്ലോണം കിടക്കും. അപ്പം എടുത്തത് കുറച്ച് കൂടി പോകണേ ഞാൻ കൈക്കൊക്കെ തേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ കയ്യിലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സൺസ്ക്രീൻ തേച്ച് കൊടുക്കാം മുഖത്തൊക്കെ. ഞാൻ ജസ്റ്റ് ടാപ്പിംഗ് ദെയർ ബിക്കോസ് അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുമ്പോൾ അവിടുത്തെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കിടന്ന് ഇതാവില്ലേ. ഞാൻ ലേറ്റാണ് ഓൾറെഡി. ഞാൻ എല്ലാ ദിവസവും 7:45 ബസ് വരുമ്പോൾ ഓടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ സൺസ്ക്രീമൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ. സൺസ്ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ്, നേരത്തെ ഫേസ് ഇപ്പോഴത്തെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും സൺസ്ക്രീം എത്ര അടിപൊളിയാണെന്ന്. ഇനി ഞാൻ പറഞ്ഞില്ലേ സമേത ആയുർവേദയുടെ ഒരു ലിപ് ബാമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു നാച്ചുറൽ ലിപ് ബാമാണ്. ഐ റിയലി ലൈക്ക് എ ലോട്ട് ബിക്കോസ് അത് ഇട്ടത് എന്താണെന്നറിയില്ല, ആ കളർ എൻ്റെ ഫേസ് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. തീരാനായിട്ടുണ്ട്. ആ ലിപ് ബാമിൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ബ്ലഷായിട്ടും അത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് മുടി കെട്ടണം. അമ്മയാണ് കെട്ടിത്തരുന്നത്. എനിക്ക് ആ മുടി കെട്ടുന്നത് എടുക്കാൻ പറ്റിയില്ല. അതൊരു ഹറിബറി ആയിപ്പോയി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്ന് എടുക്കുന്ന അതൊന്ന് സെറ്റ് ചെയ്യാണ് എൻ്റെ ഹെയർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഗ്ലോ കണ്ടാൽ തന്നെ മനസ്സിലാവും. പുട്ടും ചെറുപയറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മ്യൂസ്ലീസിൻ്റെ ഈ ഇതാണ് കഴിക്കുന്നത്. ഇത് നല്ല ഹെൽത്തിയാണ്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതേ സൈഡിൽ തന്നെ പുട്ടും ചെറുപയറാകുമ്പോൾ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷേ പുട്ടിൻ്റെ കൂടെ ചെറുപയർ എനിക്കിഷ്ടമല്ല. പുട്ടിൻ്റെ കൂടെ വേറെ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറിയൊക്കെ ആണെങ്കിൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്മയാണ് എനിക്ക് ഇവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് തന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. കുറച്ച് നടന്നാലേ എൻ്റെ സ്കൂൾ ബസ് വരുന്ന അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് സ്കൂളിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്കൂൾ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.